കേരള PSC ഉദ്യോഗാർത്ഥികളെ കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MCOM, MBA ഫിനാൻസ് അതേപോലെ LLB വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൺഫർമേഷനും കൊടുത്ത് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. സിലബസ് കണ്ടിട്ടുണ്ടാകും, നന്നായിട്ട് നോക്കിയിട്ടുണ്ടാകും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ, എത്ര മാർക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ ലോ ആണ്. തേർഡ് മൊഡ്യൂൾ ലോ റിലേറ്റിംഗ് ടു GST ആണ്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ചാനലിനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മൊഡ്യൂൾ 3 ലോ റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 10 മാർക്കിനാണ് ഇന്ന് ചോദിക്കുന്നത്. അപ്പോൾ GST കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017, അതേപോലെ UT-GST ആക്ട്, CGST ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്റ്റുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു പ്ലേലിസ്റ്റ് മുഴുവനായിട്ട് 40 വീഡിയോസ് ആ ഒരു പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് നോക്കിയിട്ട് പഠിക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആയി, GSTയുടെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. പിന്നെ അതേപോലെ അതിൽ വരുന്ന കുറേ ടേംസും കണ്ടൻറ്റൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോയിട്ട് എക്സാം എഴുതാം. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കോമക്സ് ട്യൂട്ടോറിയൽ എന്ന ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഒരുപാട് പ്ലേലിസ്റ്റ് ഉണ്ട്. GSTയുമായി ബന്ധപ്പെട്ടിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക. ഏകദേശം 44 വീഡിയോസ് GSTയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ GST ഇൻട്രൊഡക്ഷൻ മുതൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഹിസ്റ്ററി മുതൽ അങ്ങോട്ട് ഒരുപാട് ലെക്ചേഴ്സ്, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, രജിസ്ട്രേഷൻ, റിട്ടേൺ, ടാക്സ് ഇൻവോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് GSTയുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്കോട് കൂടിയിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.